Dear students, welcome to Learner's World. In this video, I'm going to talk about Beswada Wilson in conversation with Perumal Murugan, FIUGP Semester 2, AC Humanities and Other Peer Programs, Calicut University. Summary of Beswada Wilson in conversation with Perumal Murugan. ബെസ്വാദ വിൽസൺ പെരുമാൾ മുരുകനുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. This article is an excerpt from a conversation between writer Perumal Murugan and social activist Beswada Wilson. അപ്പോൾ ഈ ഒരു ഇതൊരു ആർട്ടിക്കിളാണ്. അത് ഈ ഒരു കോൺവെർസേഷൻ്റെ കംപ്ലീറ്റ് ഭാഗമില്ല, ഒരു എക്സെപ്റ്റ്, ഒരു പാർട്ട്, ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. എഴുത്തുകാരനായിട്ടുള്ള പെരുമാൾ മുരുകനും സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള ബെസ്വാദ വിൽസണും തമ്മിലുള്ള ഒരു സംഭാഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ. Wilson has spent more than 30 years fighting against manual scavenging, a practice in which people clean human waste from dry toilets and septic tanks. അപ്പോൾ ഇതിൽ വിൽസൺ മനുഷ്യമാലിന്യം കൈകൊണ്ട് വൃത്തിയാക്കുന്ന മാനുവൽ സ്കാവഞ്ചിങ് എന്ന അനീതിപൂർണമായിട്ടുള്ള തൊഴിൽ അവസാനിപ്പിക്കാൻ 30 വർഷത്തിലേറെയായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് വിൽസൺ. The conversation begins with Wilson talking about the deaths of manual scavengers. അപ്പോൾ സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ വിൽസൺ പറയുന്നുണ്ട്, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ സെപ്റ്റിക് ടാങ്കുകളും മലിനജല ചാലുകളൊക്കെ വൃത്തിയാക്കുന്നതിനിടെ ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട്. He says that workers continue to die while cleaning septic tanks across India. Although manual scavenging was officially banned in 1993 and the courts have ordered compensation for victims' families, many workers still die because proper safety measures and modern technology are not used. അപ്പോൾ 1993 മാനുവൽ സ്കാവഞ്ചിങ് നിയമപരമായി നിരോധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും സുരക്ഷാ ഉപകരണങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും അഭാവം കാരണം ഇന്നും തൊഴിലാളികൾ മരണപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Wilson believes that these deaths are preventable and that the government must take responsibility. അപ്പോൾ ഇതിൽ വിൽസൺ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് ഈ മരണങ്ങളൊക്കെ ഒഴിവാക്കാനാകുന്നതാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ഇതിലൂടെ അഭിപ്രായപ്പെടുന്നുണ്ട്. Wilson explains that he was born into a family of manual scavengers in Kolar, Karnataka. വിൽസൺ കർണാടകയിലെ കോലാറിൽ ഒരു മാനുവൽ സ്കാവഞ്ചർ കുടുംബത്തിലാണ് ജനിച്ചത്. His parents worked as a scavengers, but they wanted him to have a better future and sent him to school. അദ്ദേഹത്തിൻ്റെ പാരൻസ്, മാതാപിതാക്കളൊക്കെ ഈ സ്കാവഞ്ചേഴ്സാണ്, ഈ ലാട്രിൻ ക്ലീനേഴ്സാണ് പാരൻസ്. ഈ ജോലി അവർ ചെയ്തിരുന്നെങ്കിലും മകൻ അതേ തൊഴിൽ ചെയ്യരുതെന്ന് ആഗ്രഹിച്ച് മകനെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ആസ് എ ചൈൽഡ് ഹി ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹിസ് കാസ്റ്റ് ബിക്കോസ് അതർ ചിൽഡ്രൻ ഓഫൻ കോൾ ഹിം തോട്ടി മാനുവൽ സ്കാവഞ്ചർ. കുട്ടിക്കാലത്ത് മറ്റു കുട്ടികൾ അദ്ദേഹത്തെ തോട്ടി എന്ന് വിളിച്ചതിനാൽ തൻ്റെ ജാതിയെക്കുറിച്ച് എപ്പോഴും ഒരു ഷെയിം തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് പാരൻസൊക്കെ സ്കാവഞ്ചർ ജോലിയാണ് ചെയ്യുന്നത്, തോട്ടിപ്പണിയാണ് ചെയ്യുന്നത്, അതായത് ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജാതിപരമായിട്ടൊരു ഷെയിമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അറ്റ് ഫസ്റ്റ് ഹി ഡിഡ് നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ സഫറിങ് കണക്റ്റഡ് വിത്ത് ദ വർക്ക്. ആദ്യമൊന്നും അദ്ദേഹത്തിന് ഈ ഒരു ജോലി പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മനസ്സിലായിരുന്നില്ല, അതിൻ്റെ കഷ്ടപ്പാടുകളൊന്നും മനസ്സിലായിരുന്നില്ല എന്നാണ് പറയുന്നത്. ലിറ്റിൽ വൈൽ ടീച്ചിങ് ചിൽഡ്രൻ ആൻഡ് വുമൻ ഇൻ ഹിസ് കമ്മ്യൂണിറ്റി വിൽസൺ നോട്ടീസ്ഡ് ദാറ്റ് മെനി മെൻ ഡ്രാങ്ക് ഹെവിലി. പിന്നീട് അദ്ദേഹം കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പഠിപ്പിക്കുന്നതിനിടയിൽ പല പുരുഷന്മാരും മദ്യപിക്കുന്നതായിട്ടൊക്കെ ശ്രദ്ധിച്ചു. വെൻ ഹി ആസ്ക്ഡ് ദം വൈ ദേ എക്സ്പ്ലെയിൻ ദാറ്റ് ദേ ഡ്രാങ്ക് ടു ഫോർഗെറ്റ് ദ ഹ്യൂമിലിയേഷൻ ആൻഡ് പെയിൻ ഓഫ് ദെയർ വർക്ക്. അങ്ങനെ കാരണം അന്വേഷിച്ചപ്പോൾ ജോലിയുടെ അപമാനവും മാനസിക വേദനയും മറക്കാനാണ് അവർ മദ്യം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി. ദിസ് മേഡ് വിൽസൺ റിയലൈസ് ദ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ബർഡൻ ഓഫ് മാനുവൽ സ്കാവഞ്ചിങ്. അപ്പോൾ ഇതിലൂടെ മാനുവൽ സ്കാവഞ്ചിങ് തൊഴിലാളികൾ അനുഭവിക്കുന്ന മാനസിക പീഡനം എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വൺ ഡേ ഹി അക്കമ്പനിഡ് എ വർക്കർ ടു എ സെപ്റ്റിക് ടാങ്ക്. ഒരു ദിവസം അദ്ദേഹം ഒരു തൊഴിലാളിയോടൊപ്പം ജോലി സ്ഥലത്തേക്ക് പോയി.
He saw the man climb into human waste to retrieve a bucket. The sight shocked him deeply. സെപ്റ്റിക് ടാങ്കിനുള്ളിൽ വീണ ബക്കറ്റ് എടുക്കാൻ ആ തൊഴിലാളി മനുഷ്യ മാലിന്യത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹം കണ്ടു. ആ കാഴ്ച അദ്ദേഹത്തെ വളരെ ഷോക്കാക്കി. ഹി ക്രൈഡ് ആൻഡ് ബെഗ്ഡ് ദ വർക്കേഴ്സ് ടു സ്റ്റോപ്പ് ഡൂയിങ് സച്ച് ഡിഗ്രേഡിങ് വർക്ക്. അങ്ങനെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് തൊഴിലാളികളോട് ഈ ഒരു ജോലി നിർത്താൻ അഭ്യർത്ഥിച്ചു. ദ വർക്കേഴ്സ് ഇനീഷ്യലി റെസിസ്റ്റഡ് ബിക്കോസ് ദേ ഡിപ്പെൻഡഡ് ഓൺ ദി ജോബ് ഫോർ സർവൈവൽ. പക്ഷേ ഉപജീവനമാർഗമായതിനാൽ തൊഴിലാളികൾ ആദ്യം അത് നിർത്താൻ സമ്മതിച്ചില്ല. An elderly woman named പിച്ചമ്മ supported Wilson and agreed that the work was inhuman. ആ സമയത്താണ് പിച്ചമ്മ എന്ന് പറഞ്ഞിട്ടുള്ള വയോധിക ഒരു സ്ത്രീ വിൽസനെ പിന്തുണച്ച് ഈ ജോലി മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നുണ്ട്, വിൽസനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Her words strengthened his determination to fight against manual scavenging. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ വാക്കുകൾ വിൽസന് വലിയൊരു പ്രചോദനം നൽകി. After witnessing this reality, Wilson spent an entire night thinking about what he could do. അങ്ങനെ ഈ സംഭവം കണ്ട ശേഷം അദ്ദേഹം മുഴുവൻ രാത്രിയും ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചു. He felt helpless and even thought about ending his life. അദ്ദേഹം ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ചിന്ത പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. However, as dawn broke, he felt inspired to live and dedicate himself to helping manual scavengers. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ലഭിച്ചു. മാനുവൽ സ്കാവഞ്ചർമാരുടെ മോചനത്തിനായി അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. However, as dawn broke, he felt inspired to live and dedicate himself to helping manual scavengers. He promised himself that he would work to end this injustice. Wilson then began meeting workers, listening to their stories and speaking publicly about their problems. അങ്ങനെ തുടർന്ന് വിൽസൺ തൊഴിലാളികളെ സന്ദർശിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തു. He wrote letters to government officials demanding action against manual scavenging. അങ്ങനെ അദ്ദേഹം ഒരു കത്തെഴുതി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് കത്തുകളൊക്കെ എഴുതി ഈ ഒരു മാനുവൽ സ്കാവഞ്ചിങ് നെതിരെ ആക്ഷൻ എടുക്കണം എന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ട്. അറ്റ് ഫസ്റ്റ് ദർ വാസ് ലിറ്റിൽ റെസ്പോൺസ് ബട്ട് ഹി കണ്ടിന്യൂഡ് ഹിസ് എഫേർട്സ്. തുടക്കത്തിൽ വലിയൊരു റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയൊരു പ്രതികരണമൊന്നും ലഭിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. ഇവഞ്ച്വലി ഓഫീസേഴ്സ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് നോട്ടീസ്. ഡ്രൈ ടോയ്ലറ്റ്സ് വർ ഡിമോളിഷ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് സേഫർ ടോയ്ലറ്റ്സ്. അങ്ങനെ ആദ്യം പ്രതികരണമൊന്നും ലഭിച്ചില്ലെങ്കിലും പിന്നീട് അധികൃതർ, അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഉണങ്ങിയ ശൗചാലയങ്ങൾ പൊളിച്ചു മാറ്റുകയും പുതിയ ശൗചാലയങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. ആൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സച്ച് as auto rickshaw and cattle rearing were provided to some workers. അങ്ങനെ പിന്നീട് ഈ ഒരു സ്കാവഞ്ചേഴ്സിന് ഒരു ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള നിലയിൽ, അതായത് ചില തൊഴിലാളികൾക്ക് ഓട്ടോറിക്ഷകളും കന്നുകാലി വളർത്തലും പോലുള്ള മറ്റ് തൊഴിലവസരങ്ങളൊക്കെ നൽകി എന്നാണ് പറയുന്നത്. Encouraged by these success, Wilson traveled across Karnataka and Andhra Pradesh, spreading awareness and organizing people. അങ്ങനെ ഇത് വളരെയധികം വിജയകരമായി. പിന്നീട് വിൽസൺ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും യാത്ര ചെയ്ത് ജനങ്ങളെ കുറച്ചും കൂടെ ബോധവൽക്കരിച്ചു. He met retired IAS officer S.R. Shankaran, who guided him in building a movement. Together with others, he established Safari Karmajari Andolan, an organization dedicated to ending manual scavenging and rehabilitating workers. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്താണ് വിരമിച്ച IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള SR ശങ്കരൻ അദ്ദേഹത്തിന് പ്രസ്ഥാനങ്ങൾ എങ്ങനെ നയിക്കണമെന്ന് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് അദ്ദേഹം മറ്റ് പ്രവർത്തകരുമായി ചേർന്ന് സഫാരി കർമ്മചാരി ആന്തോളൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന രൂപീകരിച്ചു.
Wilson explained that manual scavenging still exists in many parts of India. According to his estimates, around 1.6 lakh people continue to do this work. Dry toilet still exists in several states, and many workers are employed to clean സെപ്റ്റിക് ടാങ്ക്സ് മാനുവലി. ഇന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു മാനുവൽ സ്കാവഞ്ചിങ് നിലനിൽക്കുന്നുണ്ടെന്ന് വിൽസൺ പറയുന്നുണ്ട്. ഏകദേശം 1.6 ലാക്സ് ആളുകൾ ഇപ്പോഴും ഈ ജോലി ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണക്ക്. പല സ്ഥലങ്ങളിലും ഉണങ്ങിയ ശൗചാലയങ്ങൾ നിലനിൽക്കുന്നു. സെപ്റ്റിക് ടാങ്കുകളും മലിനജല ചാലുകളും വൃത്തിയാക്കാൻ ആളുകളെ നേരിട്ട് ഉപയോഗിക്കുന്നു. ആവശ്യമായ യന്ത്രങ്ങളുടെ അഭാവമാണ് ഇതിൻ്റെ പ്രധാന കാരണം. He also points out that many municipalities pack proper machines for sanitation work, forcing people to perform dangerous cleaning tasks. പിന്നീട് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, ഒരുപാട് മുനിസിപ്പാലിറ്റീസിൽ ഈ സാനിറ്റേഷൻ വർക്കിനുള്ള മെഷീൻസൊക്കെ പ്രോപ്പറായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആളുകളെ ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ക്ലീനിങ് ടാസ്ക് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബിലീവ്സ് ദാറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദ മെയിൻ റീസൺ വൈ സാനിറ്റേഷൻ വർക്ക് റിമൈൻസ് നെഗ്ലക്റ്റഡ്. ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജാതി വിവേചനമാണെന്ന് വിൽസൺ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് since this work has traditionally been assigned to Dalits, society has failed to invest in research and technology to make sanitation safe and dignified. അതായത് ജാതിയുടെ രീതിയിൽ താഴ്ന്ന ജാതി ദളിതിലൊക്കെ ഉള്ള ആളുകളാണ് ഈ ഒരു സ്കാവഞ്ചേഴ്സ് ആവേണ്ടത് എന്നുള്ള രീതിയിൽ അവരെ അടിച്ചമർത്തി അവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതായത് ഈ ജോലി പാരമ്പര്യമായി ദളിതർക്കാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ സമൂഹവും സർക്കാരും വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല എന്നാണ് പറയുന്നത്. Wilson argues that if there were enough political will, modern machines could completely replace manual scavenging. The interview also discusses the tendency to glorify manual scavengers by calling them noble or sacred workers. Wilson rejects this idea. He insists that no one should be forced to do such degrading work, and that true respect means ensuring that nobody has to perform it. മാനുവൽ സ്കാവഞ്ചർമാരെ മഹത്വവൽക്കരിക്കുന്ന പ്രവണതയും അദ്ദേഹം ഇതിലൂടെ വിമർശിക്കുന്നുണ്ട്. അവരെ പുണ്യപ്രവർത്തകർ എന്ന് വിളിക്കുന്നതല്ല യഥാർത്ഥ ബഹുമാനം, മറിച്ച് ആരും ഈ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥ ബഹുമാനം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Towards the end of the conversation, Wilson speaks about receiving the prestigious Ramon Magsaysay അവാർഡ്. സംഭാഷണത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ള രാമൻ മാഗ്സസെ അവാർഡ് പുരസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. Although he was honored by the award, he believes that the real heroes are the sanitation workers who left manual scavenging and struggled for a better life. He sees himself only as their representative. അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ബഹുമതി ഹരിക്കുന്നത് ഈ ജോലി ഉപേക്ഷിച്ച് പുതിയ ജീവിതം ആരംഭിച്ച തൊഴിലാളികളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താൻ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഒരു പ്രതിനിധി മാത്രമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. The conversation concludes with Wilson's message that every human being deserves dignity, equality and respect. അപ്പോൾ അവസാനമായിട്ട് ഈ കോൺവെർസേഷൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഓരോ മനുഷ്യനും അന്തസ്സോടെയും അവരുടെ ഐഡൻറ്റിറ്റിയോട് കൂടിയിട്ട് അവരുടെ ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് വിൽസൺ ഓർമ്മിപ്പിക്കുന്നു. He calls upon society and the government to eliminate manual scavenging completely and ensure that no person has to risk their life dignity for sanitation work. മാനുവൽ സ്കാവഞ്ചിങ് പൂർണ്ണമായി ഇല്ലാതാക്കാനും ഒരാളും സ്വന്തം ജീവനും മാനവികതയും പണയം വെച്ച് ഇത്തരം ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാനും സമൂഹവും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ഈ ഒരു കോൺവെർസേഷൻ്റെ അവസാനത്തിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഓക്കെ.